You read Psalms 34 responsively. മുപ്പത്തിനാലാം സങ്കീർത്തനം. Praise you, Jesus. Hallelujah. Hallelujah. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർ ദുഷിച്ചു പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ അവരെ ഭയപ്പെടുകയും തന്റെ ഭക്തന്മാർ കുന്തരം മുട്ടില്ലല്ലോ. മക്കളെ യഹോവയുടെ ഭക്തിയെ ഉപദേശിതരാ. ദോഷം ചെയ്യാവുന്നവരെയും വ്യാജം പറയാവുന്നവരെയും കാത്തുകൊള്ളുക. യഹോവയുടെ നീതിമാന്മാരുടെ പേരും അവരുടെ ചെവിയുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളോടെ വിടുവിച്ചു. നീതിമാനെ അസംഖ്യമാകുന്നവയിൽ യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊണ്ടു നീതിമാനെ ഭയക്കുന്നവർ അനുഭവിക്കും. ദൈവത്തിന്റെ ധന്യകരമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന യേശുവിനോട് ഹൃദയമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. 34-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. അതിന്റെ 8-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 8-ാം വാക്യം അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു: യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. നമ്മുടെ അനുഭവങ്ങളെ പലപ്പോഴും മറ്റുള്ളവരുമായി നാം പങ്കുവയ്ക്കുവാൻ വളരെ താല്പര്യമുള്ളവരാണ്. നല്ലൊരു ഡോക്ടറെ കണ്ടുപിടിച്ചാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് റെക്കമെൻഡ് ചെയ്യും, ഇങ്ങനത്തെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിലൊക്കെ പോയാൽ കറക്റ്റായിട്ട് വിഷയത്തിന് രോഗത്തിന് മരുന്നും കിട്ടും, നല്ല ഡയഗ്നോസിസ് ഒക്കെയാണ് നമ്മൾ പറയും. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ പറയും, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, നല്ല ഫുഡ് കിട്ടുമെന്ന് നമ്മൾ പറയും. നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്ന പോലെ ഇവിടെ ആ സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ അനുഭവത്തെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ വിളിച്ചു പറയുക, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഒന്ന് തിരിച്ചറിഞ്ഞു, യഹോവ നല്ലവനാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞു. നിങ്ങളും അത് തിരിച്ചറിഞ്ഞു. അതേ അനുഭവങ്ങൾ സങ്കീർത്തനക്കാരൻ പറയുവാണ്. ഒന്നാമത്തെ അനുഭവം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ദൈവം എന്ന പ്രാർത്ഥന കേട്ടു. 4-ാം വാക്യം, ദൈവത്തോടെ അപേക്ഷിച്ചു, ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ജീവിതത്തിൽ അനേക
ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ദാവീദിന്. തിരമാല പോലെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്, ഒന്നിനെ കഴിയുമ്പോൾ അടുത്തത് വരിക. ശൗൽ രാജാവ് തനിക്കെതിരാണ്, തന്നൊരു നോട്ടപ്പൊടിയായി മാറിക്കഴിഞ്ഞു. തന്നെ എങ്ങനെയും വകവരുത്തുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന രാജാവ് തന്റെ രാജഭരണമൊക്കെ മാറ്റി വെച്ചിട്ട് പോലും മരുഭൂമിയിൽ ദാവീദിനെ തേടി എത്തുവാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന രാജാവ് എല്ലാ നിലയിലും എല്ലാം പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് രാജാവായ ശൗലിന്റെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുവാൻ വേണ്ടി താൻ ശ്രമിച്ചത് വളരെ സക്സസ്ഫുള്ളായി തനിക്ക് ആദ്യം തോന്നി. താൻ എത്തപ്പെട്ടതോ താൻ പണ്ട് വന്ന ആ ഫിലിസ്തീന്റെ നാടായ ഗത്തി. അവിടെ ചെന്നപ്പോൾ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല ഇവൻ. അവർ തിരിച്ചറിഞ്ഞു ഗോലിയാത്തിനെ കൊന്ന മനുഷ്യനാണ് ഇവൻ. അവർ തിരിച്ചറിഞ്ഞു ഇവനെ കുറിച്ചാണ് ജനം പാടിയത്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. തിരിച്ചറിഞ്ഞു താൻ പിടിക്കപ്പെട്ടു. ആ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ പരാമർശിച്ചുകൊണ്ടായിരിക്കാം ചരിത്രകാരൻ പറഞ്ഞത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, എന്റെ അപേക്ഷ ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ട്രബിൾസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വന്നിരിക്കാം. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ കടന്നു വന്നിരിക്കാം. പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പോരുകൾ സംഭവിച്ചെന്നിരിക്കാം. വിചാരിച്ച സഹായങ്ങൾ ലഭിച്ചെന്ന് വരത്തില്ല. അതുപോലെ നിസ്സഹായയുടെ അനുഭവങ്ങൾ നാം നേരിട്ടു എന്നിരിക്കാം. ഇതിന്റെ എല്ലാം മധ്യത്തിൽ മറന്നു പോകരുത്, നമുക്ക് അപേക്ഷിക്കുവാൻ ഒരിടമുണ്ട്. നമുക്ക് ജീവിതത്തിൽ ഓടിച്ചെന്ന ഭയം തരുവാൻ ഒരു സ്ഥലമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നാം ഓടിച്ചിട്ടുണ്ട്. നാം വിചാരിക്കാത്ത പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരപോലെ അനുഭവങ്ങൾ, പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, അവയുടെ മധ്യത്തിൽ ഓടി ചെല്ലുവാൻ ഒരു ഇടമൊന്നും നാം മറന്നു പോകരുത്. പലപ്പോഴും മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമ്മൾ മനുഷ്യരോട് പറയും, ഇങ്ങനെയാണ് എൻ്റെ പ്രോബ്ലം. കഴിയുമെങ്കിൽ ഒരു അവസരം ഉണ്ടാക്കി നമ്മൾ പലരോട് നമ്മുടെ വിഷയം പറയും. അല്ലെങ്കിൽ നമ്മൾ ഏത് നിലയിൽ വീർപ്പിച്ച് ഊതിവരിപ്പിച്ച് നമ്മുടെ വിഷയം മറ്റുള്ളവരോട് പറയുവാനോ കഴിയുമോ അതുപോലെ നമ്മൾ പറയുവാൻ ശ്രമിക്കും. പലപ്പോഴും നമ്മുടെ ദൃഷ്ടി മനുഷ്യരിലോട്ട് വാഗ്ദാനം മറക്കരുത് മക്കളെ. മനുഷ്യർക്കൊക്കെ നമ്മുടെ വിഷയങ്ങൾ വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ വിഷയങ്ങളുണ്ട്. എല്ലാവരും അവരവരുടേതായ കാഴ്ചയിലൂടെ പോകുന്നവരാ. ആരും നിങ്ങളുടെ വിഷയത്തെ ഗൗരവിച്ചിരിക്കത്തില്ല. എന്നാൽ ഇന്ന് മറക്കരുത്, നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കുറിച്ച് വളരെയധികം താല്പര്യപൂർവ്വം നമ്മെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിഷയം ലോകത്തിന് മുമ്പിൽ പ്രാധാന്യമല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ദൈവത്തിന് മുമ്പിൽ പ്രാധാന്യമുള്ളവയാ. ലോകം ആരും നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ലോകം നമ്മളെ സന്ദേശത്തിന്റെ ആ ആഴം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മളെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ആ കണ്ണീര് ഒരിക്കലും വിലപ്പോയില്ലെങ്കിൽ നടക്കുന്നത് നമ്മുടെ ഓരോ കണ്ണുനേരും ശേഖരിച്ചു വെച്ചിരിക്കുക. നമ്മുടെ വിഷയങ്ങൾ അവര് പ്രാധാന്യമുള്ളതാ, നമ്മുടെ വേദന അവര് പ്രാധാന്യമുള്ളതാ, നമ്മുടെ പ്രശ്നങ്ങൾ അവര് പ്രാധാന്യമുള്ളതാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി വീട്, ദൈവസന്നിധിയിൽ പോയി താഴെ, ദൈവമേ എന്റെ വിഷയം എങ്ങനെയാ അങ്ങേക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. വിഷയം വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അത് പൂർണ്ണ നിയന്ത്രണത്തോടെ അവരെ കൈകാര്യം ചെയ്യുവാൻ പര്യാപ്തനായ ദൈവത്തെയാണ് നാം സേവിക്കുക. ജീവിതപ്പടങ്ങൾ ആടിയുണ്ടായിരിക്കാം, എങ്ങനെ തുടങ്ങി മുൻപോട്ട് നീങ്ങുവാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എങ്ങനെ ഭാവി മുമ്പോട്ട് കൊണ്ടുപോകും വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇതുപോലെ കാരണം പടകിന്റെ നിയന്ത്രണം ആ പിതാവിന്റെ കരങ്ങളോട് വെച്ചു കൊടുക്കാൻ അവിടുന്ന് ചുറ്റാൻ പിടിക്കുന്നുവെങ്കിൽ പടക ഇറങ്ങിയെന്നിരിക്കാം, കാറ്റടിച്ചെന്നിരിക്കാം. എങ്കിലും ആ തുറമുഖത്ത് എത്തിക്കുവരെയും അന്ത്യം വരെയും അവസാന നിമിഷം വരെയും അവൻ പരിപാലിപ്പാൻ മതിയായ ദൈവമാണ്. കാരണമോട് പറയുക, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം എന്നെ അപേക്ഷിച്ചു. രണ്ടാമതെനിക്ക് പറയാനുള്ളത്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം എന്നെ പരിപാലിച്ചു. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം എന്നെ പരിപാലിച്ചു. ഒരുപാട് 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 ഡേഞ്ചേഴ്സ്, അനർത്ഥങ്ങൾ ഈ മനുഷ്യൻ നേരിട്ടതാണ്. കത്തി, സിംഹം, ഗോലിയാത്ത്, ശൗലിന്റെ കുന്തം, ഇവയൊക്കെ തനിക്ക് എതിരായ
ആയിട്ട് തന്റെ തലയ്ക്കുമേലെ കടന്നുപോയതാ. അവരുടെ മധ്യത്തിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചു. അത് അല്പം കൂടെ വിശാലമായി പ്രകീർത്തിച്ചിരിക്കുക. 7-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമറിയവരെ വിടുവിക്കും. ദൈവങ്ങളെ, നമ്മൾ പലപ്പോഴും പല അർത്ഥങ്ങളും നാം അറിയാതെ നമ്മുടെ തലയ്ക്കുമേലെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കാത്ത അനേക അർത്ഥങ്ങൾ നമുക്ക് ഭവിക്കാവുന്ന സാഹചര്യങ്ങൾ തന്റെ ദൂതഗണങ്ങളെ അയച്ച് ഇതുവരെയും പരിപാലിച്ച ദൈവത്തെ നാം മറക്കരുത്. അവിടുത്തെ പ്രവൃത്തിയെത്ര വലുതാ, അവനെ വിളിച്ചറിയുവാൻ നമുക്ക് ദൈവം തന്ന ആ ശ്രേഷ്ഠകരമായ പദവിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിടുവയ്ക്കുന്നു. ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചു, ദൈവം എന്നെ പരിപാലിച്ചു. 3-ാമത്തെ വിഷയം, ദൈവത്തെ ഞാൻ അന്വേഷിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ അന്വേഷിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. തന്നെന്തോ പറയുന്നത് തന്റെ ജീവിതത്തിൽ ഒരുപാട് ഉഴൽച്ചകളുണ്ടായി. മരുഭൂമിയിലൂടെ ഉഴന്നു നടന്ന സമയമുണ്ടായി. വിജയ സ്ഥലത്തൂടെ ഉഴന്നു നടന്ന സമയങ്ങളുണ്ടായി. ഒന്ന്, എനിക്ക് ഇന്നത്തെ പോലെ ഏതെങ്കിലും ഹോട്ടൽസ് പോലെ റെസ്റ്റോറൻറ്റ്സ് കയറുവാനുള്ള അവസരങ്ങളില്ല. കഴിക്കുവാൻ യാതൊരു ക്രമീകരണങ്ങളും വഴിയിലെങ്കിലില്ല. ഇതുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ സഹാനുഭൂതി കിട്ടണം. ഇതൊക്കെയുള്ളായിരുന്നു തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് ഉള്ള വാക. എന്നാൽ സങ്കീർത്തനക്കാരൻ തന്നെ അനുഭവം എന്ന് പറയുക, ബാലസിംഹങ്ങളും ആവശ്യത്തിരുന്നപ്പോൾ യഹോവയെ അന്വേഷിച്ചേരിക്കുക ഒരു നന്മയ്ക്കും കുറവ് വന്നില്ല എന്ന് പറഞ്ഞ കാലത്തെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറട്ടെ. നമുക്ക് പറയുവാനുണ്ട്, നമ്മളെക്കാൾ ധനുക്കന്മാർ, നമ്മളെക്കാൾ മിടുക്കന്മാർ, നമ്മളെക്കാൾ ശേഷിയുള്ളവർ, നമ്മളെക്കാൾ സ്വാധീനമുള്ളവർ, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ, നമ്മളെക്കാൾ പണമുള്ളവർ, അവരൊക്കെ പലരുള്ള ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് ദൈവം നമുക്ക് ഒരു നന്മയ്ക്ക് പോലും മുടക്കം വരുത്താതെ, ഒരു നന്മയ്ക്ക് പോലും മുടക്കം വരുത്താതെ ഇതുവരെ നടത്തിയെങ്കിൽ ഭാവിയെ കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് മതക്കാലം പറയേണ്ട, ഭയപ്പെടുവാനില്ല. അവിടെ നമ്മളെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിച്ചു, ദൈവം ഇയാളെ അനുഗ്രഹിച്ചു. ദൈവത്തെ അന്വേഷിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തെ ആശ്രയിച്ചു, ദൈവം എന്നെ പരിപാലിച്ചു. ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു, ദൈവം എന്നെ അപേക്ഷ കേട്ടു. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നല്ലവനായിരുന്നു, എന്റെ ജീവിതത്തിലേക്ക് വലിയവനായിരുന്നു. കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും. നമ്മുടെ കണ്ണുകളെ ഒന്ന് വിശ്വസിച്ച് അടയ്ക്കാം. ദൈവമേ, അങ്ങയുടെ വിഷയങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഒരിക്കൽ കൂടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ, അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പുകഴുവാനുള്ളൂ. അങ്ങ് ചെയ്ത ഒന്നും ഞങ്ങൾ കീഴടക്കാവേ. അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയുടെ പരിപാലിക്കണമേ. അങ്ങയെ ഞങ്ങൾ അന്വേഷിക്കുന്നു, അങ്ങയുടെ അനുഗ്രഹിക്കണമേ എന്ന് ദിവസത്തിൽ നമുക്ക് അപേക്ഷിക്കാം.